നമ്മുടെ മോഹൻലാൽ നായകനായി പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണല്ലോ മലൈക്കോട്ടെ വാലിബൻ. ഈ സിനിമ സംവിധാനം ചെയ്ത ലിജോ ജോസ് പല്ലിശ്ശേരി ഇതുവരെ സംവിധാനം ചെയ്ത എല്ലാ സിനിമകളുടെയും അവസ്ഥ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആ സിനിമകളുടെയൊക്കെ നിർമ്മാതാക്കൾ കുത്തുപാളയെടുത്തോ അതോ സിനിമ വിജയിച്ചോ? വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. ചില സിനിമകൾ നിങ്ങൾക്ക് റെഫർ ചെയ്ത് കാണാനും പറ്റും. അപ്പോൾ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ലിജോ ജോസ് പല്ലിശ്ശേരി ആദ്യമായി സംവിധാനം ചെയ്തത് 2010 പുറത്തിറങ്ങിയ നായകൻ എന്ന സിനിമയായിരുന്നു. ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ഈ സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഇന്ദ്രജിത് സുകുമാരനും ജഗതിയും സിദ്ദീഖുമായിരുന്നു. ധന്യ മേരി വർഗീസ്, കലാശാല ബാബു, വിജയരാഘവൻ, തിലകൻ തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. തന്റെ കുടുംബത്തെയും ജീവിതത്തെയും തകർത്തവർക്കെതിരെ പ്രതികാരം ചെയ്യുന്ന നായകന്റെ കഥയായിരുന്നു ഈ സിനിമ. വളരെ വ്യത്യസ്തമായ ഒരു ക്രൈം ത്രില്ലർ സിനിമയായിരുന്നു. പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായം നേടാൻ സാധിച്ചെങ്കിലും ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു. മാത്രമല്ല സംവിധായകൻ LJP ഈ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. LJPയുടെ രണ്ടാമത്തെ സിനിമ 2011 പുറത്തിറങ്ങിയ സിറ്റി ഓഫ് ഗോഡ് എന്ന സിനിമയായിരുന്നു. ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ഈ സിനിമ തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയെത്തിയ തൊഴിലാളിയുടെയും ഭൂമാഫിയ ഗാങ്സ്റ്റേഴ്സിന്റെയും കഥയായിരുന്നു പറഞ്ഞിരുന്നത്. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, രോഹിണി, ശ്വേത മേനോൻ, പാർവതി തിരുവോത്ത്, റീമ കല്ലിങ്കൽ, രാജീവ് പിള്ള തുടങ്ങി വലിയൊരു താരനിര തന്നെ ഈ സിനിമയിലുണ്ടായിരുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഈ സിനിമയുടെ അവതരണം. പ്രേക്ഷകരിൽ നിന്നും നല്ല പ്രതികരണം ലഭിച്ചിട്ടും ഈ സിനിമക്ക് ബോക്സ് ഓഫീസിൽ വേണ്ടത്ര വിജയമാകാൻ സാധിച്ചില്ല. വളരെ വൈകിയായിരുന്നു ഈ സിനിമ റിലീസിനെത്തിയത്. സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറുകയായിരുന്നു. തുടർച്ചയായ 2 പരാജയ സിനിമകൾക്ക് ശേഷം മൂന്നാമതായി LJP സംവിധാനം ചെയ്തിരുന്നത് 2013 പുറത്തിറങ്ങിയ ആമേൻ എന്ന ചിത്രമായിരുന്നു. റൊമാന്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ കുട്ടനാടിലെ ഗ്രാമങ്ങളിൽ നടക്കുന്ന രസകരമായ സംഭവങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഫഹദ് ഫാസിലും ഇന്ദ്രജിത് സുകുമാരനും സ്വാതി റെഡ്ഡിയുമായിരുന്നു ഈ സിനിമയിലെ പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. മാത്രമല്ല കലാഭവൻ മണി, അനിൽ മുരളി, ചെമ്പൻ വിനോദ്, ജോയ് മാത്യു, രചന നാരായണൻകുട്ടി തുടങ്ങി വലിയൊരു താരനിരയും ഈ സിനിമയിലുണ്ടായിരുന്നു. പ്രേക്ഷകരിൽ നിന്നും വളരെ നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഏകദേശം 3.5 കോടി ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും അന്നത്തെ കാലത്ത് 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു. സിനിമ മാത്രമല്ല അന്നത്തെ കാലത്ത് സിനിമയിലെ പാട്ടുകളും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. മാത്രമല്ല കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ ഏറ്റവും മികച്ച കോസ്റ്റ്യൂം ഡിസൈനർക്കും ആർട്ട് ഡയറക്ടർക്കുമുള്ള അവാർഡ് ഈ സിനിമയിലൂടെയായിരുന്നു ലഭിച്ചത്. LJP ചിത്രം 2015 പുറത്തിറങ്ങിയ ഡബിൾ ബാരൽ എന്ന സിനിമയായിരുന്നു. ലിജോ ജോസ് പല്ലിശ്ശേരി തന്നെയായിരുന്നു ഈ സിനിമയുടെ രചനയും നിർവഹിച്ചിരുന്നത്. പൃഥ്വിരാജ് സുകുമാരനും ആര്യയും സന്തോഷ് ശിവനുമായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. മാത്രമല്ല പാരഡി ഗാങ്സ്റ്റർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ആസിഫ് അലി, സണ്ണി വൈ, ചെമ്പൻ വിനോദ്, സ്വാതി റെഡ്ഡി, ഇഷ ശർവാണി, പൂർണിമ ഇന്ദ്രജിത്ത് തുടങ്ങി വലിയൊരു താരനിര തന്നെ ഈ സിനിമയിലുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഏകദേശം 16 കോടി വമ്പൻ ബജറ്റിലായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത്. വളരെ വലിയ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരുന്ന ചിത്രം കൂടിയായിരുന്നു ഇത്. പക്ഷേ ബോക്സ് ഓഫീസിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. മാത്രമല്ല ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഈ സിനിമയ്ക്ക് വലിയൊരു കൾട്ട് സ്റ്റാറ്റസ് നേടാനും ഒരുപാട് ആരാധകരെ നേടാനും സാധിച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ സിനിമ കാലം തെറ്റി വന്നൊരു സിനിമയാണ്. ഇന്നാണ് ഈ സിനിമ റിലീസാവുന്നതെങ്കിൽ വമ്പൻ വിജയം നേടുകയും ബോക്സ് ഓഫീസിൽ വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. ചിലപ്പോൾ അന്നത്തെ കാലത്ത് ഈ സിനിമയിലെ പല സിറ്റുവേഷനുകളും വർക്കാകാതെ പോയതായിരിക്കാം പരാജയത്തിന് കാരണമായത്. LJPയുടെ അടുത്ത സിനിമ 86 പുതുമുഖ താരങ്ങളെ അണിനിരത്തി 2017 പുറത്തിറക്കിയ അങ്കമാലി ഡയറീസ് എന്ന സിനിമയായിരുന്നു. ഈ ക്രൈം ത്രില്ലർ സിനിമയിൽ അങ്കമാലിയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ഭാഷയും സംസ്കാരവും ഭക്ഷണ വൈവിധ്യവും വളരെ മനോഹരമായിട്ട് തന്നെ ചിത്രീകരിച്ചിരുന്നു. ചെമ്പൻ വിനോദ് ജോസ് ആയിരുന്നു ഈ സിനിമയുടെ രചന നിർവഹിച്ചിരുന്നത്. ആന്റണി വർഗീസ്, അന്നാരാജൻ, ശരത് അപ്പാനി, ടിറ്റോ വിൽസൺ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. മലയാളത്തിലെ ആദ്യ തല്ല് സിനിമയാണ് അങ്കമാലി ഡയറീസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ഒരുപാട് ആരാധകരുള്ള ആന്റണി വർഗീസ് എന്ന തല്ല് സ്റ്റാറിന്റെ ഉദയവും ഈ സിനിമയിലൂടെയായിരുന്നു. മാത്രമല്ല ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമ കൂടിയായിരുന്നു ഇത്. ആ പതിറ്റാണ്ടിലെ ഏറ്റവും മികച്ച 25 സിനിമകളിൽ ഒന്നായിരുന്നു അങ്കമാലി ഡയറീസ്. വളരെ ചെറിയ ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് വമ്പൻ കളക്ഷൻ നേടിയിരുന്നു. അന്നത്തെ കാലത്ത് ഏകദേശം 20 കോടിക്ക് മുകളിലായിരുന്നു ഈ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായം നേടി ബ്ലോക്ക് പോസ്റ്റർ വിജയം നേടിയ ഈ സിനിമ 2019 തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്യുകയും ചെയ്തിരുന്നു.
LJPയുടേതായി ആറാമതായി റിലീസിനെത്തിയ സിനിമ 2018 പുറത്തിറങ്ങിയ ഈ മായു എന്ന ചിത്രമായിരുന്നു. ഒരു മലയോര ഗ്രാമത്തിൽ നടക്കുന്ന മരണവും മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങളുമാണ് ഈ സിനിമയിലെ പ്രധാന ഇതിവൃത്തം. കൈനഗിരി തങ്കരാജ്, ചെമ്പൻ വിനോദ്, ദിലീഷ് പോത്തൻ, വിനായകൻ തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പ്രേക്ഷകരുടെ മികച്ച അഭിപ്രായം നേടി ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം ഈ സിനിമ നേടിയിരുന്നു. മാത്രമല്ല മികച്ച ഡയറക്ടർക്കുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഈ സിനിമയിലൂടെയായിരുന്നു ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് ലഭിച്ചത്. മാത്രമല്ല നിരവധി ഫിലിം ഫെസ്റ്റിവലുകളിൽ ഒരുപാട് അവാർഡുകൾ ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് ചെമ്പൻ വിനോദിന് ഈ സിനിമയിലൂടെ ലഭിക്കുകയും ചെയ്തിരുന്നു. അടുത്ത LJP ചിത്രം 2019 പുറത്തിറങ്ങിയ ജല്ലിക്കെട്ട് എന്ന സിനിമയായിരുന്നു. അറക്കാൻ കൊണ്ടുവന്ന പോത്ത് രക്ഷപ്പെട്ട് ഓടുന്നതും അതിന് പിന്നാലെ ഒരു ഗ്രാമം ഓടുന്നതുമായിരുന്നു ഈ സിനിമയുടെ കഥ. ഈ സിനിമ കാണുമ്പോൾ സിനിമയിലെ പ്രധാന കഥാപാത്രമായി രക്ഷപ്പെട്ട് ഓടുന്ന പോത്തിന് പിന്നാലെ ഓരോ പ്രേക്ഷകനും ഓടുന്ന ഒരു ഫീല് നമുക്ക് തരുന്നു. അത്രയേറെ വ്യത്യസ്തമായ സിനിമയായിരുന്നു. മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിൽ LJPക്ക് അംഗീകാരം കിട്ടിയ സിനിമ കൂടിയായിരുന്നു ഇത്. ആന്റണി വർഗീസ്, ചെമ്പൻ വിനോദ്, സാബുമോൻ അബ്ദുസമ്മദ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഏകദേശം 4 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 22 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുകയും ഒരുപാട് അവാർഡുകൾ നേടുകയും ചെയ്തിരുന്നു. അടുത്ത സിനിമ ഒരുപാട് ചർച്ചാ വിഷയമായി 2021 പുറത്തിറങ്ങിയ ചുരുളി എന്ന ചിത്രമായിരുന്നു. ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ 2 പോലീസുകാർ പ്രതിയെ അന്വേഷിച്ച് മലയോര ഗ്രാമത്തിലേക്ക് എത്തിപ്പെടുന്നതും അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളും ആ നാടുമാണ് ഈ സിനിമയിലെ പ്രധാന കഥ. ഈ സിനിമ പ്രധാന ചർച്ചാ വിഷയമാകാൻ കാരണം ഈ സിനിമയിലെ തെറിവിളികൾ തന്നെയായിരുന്നു. പല രീതിയിലുള്ള തെറിവിളികൾ ഈ സിനിമയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമ വിവാദമുണ്ടാക്കുകയും ചെയ്തിരുന്നു. വിനയ് ഫോർട്ട്, ചെമ്പൻ വിനോദ്, ജോജു ജോർജ്, ജാഫർ ഇടുക്കി, സൗബിൻ ഷാഹിർ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടായിരുന്നു ഈ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയിരുന്നത്. ഇടുക്കിയിലെ കുളമാവിൽ വെച്ചായിരുന്നു സിനിമയുടെ ഭൂരിഭാഗവും ഷൂട്ട് ചെയ്തിരുന്നത്. മാത്രമല്ല ഈ സിനിമ സോണി ലൈവ് വഴി ഡയറക്റ്റ് OTT റിലീസായിരുന്നു. കോവിഡ് പാൻഡമിക് മൂർച്ഛിച്ചു നിൽക്കുന്ന സമയത്തായിരുന്നു ഈ സിനിമയുടെ റിലീസ്. സിനിമ OTT റിലീസായിരുന്നെങ്കിലും പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമയ്ക്ക് വലിയൊരു ഫാൻ ബേസ് തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ഈ സിനിമയിലൂടെ ലഭിക്കുകയും ചെയ്തിരുന്നു. LJPയുടെ 9ാമത്തെ ചിത്രം മെഗാസ്റ്റാർ മമ്മൂക്ക നായകനായി 2022 പുറത്തിറങ്ങിയ നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രമായിരുന്നു. മലയാളം, തമിഴ് ബൈലിംഗൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് മമ്മൂട്ടി, അശോകൻ, രമ്യ പാണ്ഡ്യൻ തുടങ്ങിയവരായിരുന്നു. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പ്രൊഡക്ഷൻ കമ്പനിയായ മമ്മൂട്ടി കമ്പനി ആദ്യമായി നിർമ്മിച്ച ചിത്രം കൂടിയായിരുന്നു ഇത്. പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നത്. മമ്മൂട്ടി കമ്പനി വളരെ ചുരുങ്ങിയ ചെലവിൽ നിർമ്മിച്ച ഈ സിനിമയ്ക്ക് ഏകദേശം 5 കോടിയാണ് ബജറ്റ് ആയത്. ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമ 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട്. ഒരു അവാർഡ് ടൈപ്പ് സിനിമ നേടാവുന്ന പരമാവധി കളക്ഷൻ തന്നെ നേടി ഹിറ്റ് വിജയം നേടിയിട്ടുണ്ട് ഈ സിനിമ. സിനിമയിൽ തമിഴ് പശ്ചാത്തലമുള്ളത് കൊണ്ട് തന്നെ തമിഴ്നാട്ടിലും ഈ സിനിമയ്ക്ക് നല്ല സ്വീകാര്യത ലഭിച്ചിരുന്നു. മാത്രമല്ല ഒരുപാട് അവാർഡുകളും ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ 2 അവാർഡുകളാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. മികച്ച ചിത്രത്തിനുള്ള അവാർഡും മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡും ഈ സിനിമയിലൂടെ ലഭിച്ചിരുന്നു. LJPയുടെ 10ാമത്തെ സിനിമ ലാലേട്ടൻ നായകനായി ഇപ്പോൾ തിയേറ്ററിലെത്തിയ മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രമാണ്. LJPയും മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്ന ഈ സിനിമയ്ക്കായി പ്രേക്ഷകർ വളരെ വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. മോഹൻലാലിന് പുറമെ സൊനാലി കുൽക്കർണി, ഹരീഷ് പെരടി, മണികണ്ഠാചാരി, ശാന്ത ധനജയൻ, രാജീവ് പിള്ള തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിലെത്തിയിരിക്കുന്നത്. ഈ സിനിമയുടെ ആദ്യ അപ്ഡേറ്റും മോഹൻലാലിന്റെ വ്യത്യസ്തമായ ലുക്കും കണ്ടതു മുതൽ തന്നെ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയിലായിരുന്നു. ഈ സിനിമ വിജയമാണോ പരാജയമാണോ എന്നറിയാൻ കുറച്ചുകൂടി ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല ഇത്രയും സിനിമകളാണ് 10 സിനിമകളാണ് LJP സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്നും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.